ജയപ്രസാദ് സാർ, ഈ വലിയ തുറന്ന ചർച്ചകൾ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇത് NEP-യുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്ന സമയം മുതൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള തുറന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. കൃത്യമായ ആശങ്കകളും കേട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ ത്രിഭാഷാ സമ്പ്രദായത്തിൽ അടക്കം ഒന്നും അടിച്ചേൽപ്പിക്കില്ല, സംസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തീരുമാനിക്കാമെന്നുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി വ്യക്തമാക്കിയതുമാണ്. ഇവിടെ ചില ആശങ്കകൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഗുണപരമായ മാറ്റങ്ങൾ ഉള്ളതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത്? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് അധ്യാപക സംഘടനാ നേതാക്കളിലും പറഞ്ഞ വാദങ്ങളോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല. കാരണം അതിലൊരു രാഷ്ട്രീയ സ്വരമാണ് ഞാൻ കണ്ടത്. കാരണം ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ പറഞ്ഞ അവർ പറഞ്ഞ ആശങ്കയ്ക്കുള്ള വകയ്ക്കുള്ള ഒന്നും ഞാനതിനകത്ത് കണ്ടിട്ടില്ല. ഒന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ സംസ്കൃതം അടിച്ചേൽപ്പിക്കുന്നു, ഈ പദ്ധതിയിൽ അങ്ങനെ പറയുന്നതേ ഇല്ല. അതിൽ ഏറ്റവും ഒരു കാര്യം പറയുന്നത് 5ാം ക്ലാസ് വരെ മാതൃഭാഷയാണ്. മാതൃഭാഷ എന്നേ പറയുന്നുള്ളൂ. മാതൃഭാഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. അത് അതിനകത്ത് ഫോക്കസ് ചെയ്യും. ബാക്കി എല്ലാ ഭാഷകൾക്കുള്ള സംസ്കൃതം ആൾറെഡി ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ സംസ്കൃതം ഉള്ളതാണ്. ഇതൊരു രാഷ്ട്രീയമായ ഒരു ആരോപണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. മറ്റൊന്ന്, ഈ പദ്ധതി എന്ന് പറയുന്നത് 15 വർഷം കൊണ്ട് നടപ്പാക്കാനാണ് വിഭാവന ചെയ്യുന്നത്. ഇത് 5 വർഷം വളരെ നീണ്ട ചർച്ചകൾ, ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് ചർച്ചകൾ, നമുക്ക് ഓരോ വ്യക്തിക്കും അഭിപ്രായം അറിയിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു. അങ്ങനെ 5 വർഷം നീണ്ട ചർച്ചകൾക്ക് തരം 10,000-കണക്കിന് ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷമാണ് ഈ നയം നടപ്പാക്കുന്നത്. നയം നടപ്പാക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടനാപരമായ ഒരുപാട് മാറ്റങ്ങൾ, അപ്പോൾ അതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ മേഖലയിലും വരുത്തേണ്ട മാറ്റങ്ങൾ, അതിന് തന്നെ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് BEd ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് ഇപ്പം പുതിയ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഐറ്റപ്പ് എന്നുള്ള പ്രോഗ്രാം വന്നു കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കിയത് ആദ്യം. അപ്പോൾ അതുള്ളപ്പോൾ തന്നെ 30 വരെ നിലവിലുള്ള സംവിധാനം തുടരും. അതുപോലെ നമ്മളിപ്പം ഗ്രോസ് എൻറോൾമെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം പല സംസ്ഥാനങ്ങളും, കേരളം താരതമ്യേന ബെറ്ററാണ്, എന്നാലും 20, 22, 25% വരെ വന്നില്ല. ഇത് 2035 50% എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് കൂടുതൽ ഇൻവോൾവ് ചെയ്യാണ്. 3-ാമത്തെ വയസ്സ് മുതൽ ഒരു കുട്ടിയുടെ അതിൽ പ്രഭാത ഭക്ഷണം കൂടെ, ഇപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം കൂടെ കുട്ടിയുടെ അവകാശമായിട്ട് മാറുകയാണ് ഈ നയം നടപ്പാക്കുമ്പോഴത്തേക്കും. അതിൽ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ ലെവലിലാണ്. ഇതിൽ ഈ നയത്തിൽ എല്ലാ സ്ഥലത്തും പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ, കാരണം ഇന്ന് നമുക്കറിയാം മത്സരക്ഷമത നമ്മുടെ കുട്ടികൾക്കുണ്ടാണ്. മാർക്കറ്റ് വേൾഡ് വൈഡാണ്. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളാണ് ഇന്ത്യയിലും വന്ന് നിക്ഷേപിക്കുന്നത്, ഇവിടെ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങും. അപ്പോൾ അവർ നോക്കുന്നത് ആഗോളതലത്തിലെ നിലവാരമാണ്. അപ്പോൾ അതിന് പ്രാദേശികമോ ദേശീയമായ നിലവാരമല്ല, ആഗോള നിലവാരം ഉറപ്പിക്കുക, ക്വാളിറ്റി അഷുറൻസ് ആണ് ഇതിൽ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നാളെ ശ്രീ ജോയ് സാർ പറഞ്ഞതിന് ഒരു വിയോജിപ്പുള്ളത്, അമേരിക്കയിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷന് 6 മുതൽ 7 വയസ്സ് വരെയാണ്. അതിനു മുമ്പ് 1ാം ക്ലാസ്സിൽ അമേരിക്കയിൽ നമ്മളെല്ലാവരും മാതൃകയാക്കുന്നത് അമേരിക്കയിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയത് ഇപ്പോൾ അമേരിക്കയിലാണ്. അതുകൊണ്ട് അമേരിക്ക നമ്മൾ മാതൃകയാക്കുകയാണെങ്കിൽ അവിടെ 1ാം ക്ലാസ്സിൽ 6 വയസ്സിന് മുമ്പ് ഒരു കുട്ടിക്കും ചേരാൻ കഴിയില്ല. അവിടെ ഒരു കുട്ടി ഡിഗ്രി വിദ്യാഭ്യാസം കഴിയുമ്പോൾ 22 വയസ്സ് കഴിയും. അപ്പോൾ ഈ പദ്ധതിയിൽ ഒരു ഞാൻ കണ്ടത് അമേരിക്കൻ മോഡലിൽ ലിബറൽ ആർട്ട് എഡ്യൂക്കേഷൻ്റെ ഒരുപാട്, ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമായി പറയുന്നത്, ലിബറൽ ആർട്ട് എഡ്യൂക്കേഷൻ്റെ, അതായത് ഈ ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിന് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇതിൽ ആഗോള നിലവാരത്തിനനുസരിച്ചിട്ടുള്ള ഉദാഹരണത്തിന് ക്രമീകരണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂൾ തലത്തിൽ. അപ്പോൾ ഇത് നമ്മൾ ഇവാലുവേഷൻ ചെയ്യണമെങ്കിൽ മിനിമം 15 വർഷം വേണം. കാരണം ഇതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിപ്പോൾ നിലവിലുള്ള റെഗുലേറ്ററി ബോഡീസ് എല്ലാം തന്നെ മാറുകയും സമാന്തരമായി പുതിയ ദേശീയ തലത്തിൽ, അത് ജനറൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിസർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ടിങ്ങിനും, അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ നാക്കിന് പകരമായിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡി, ഇതെല്ലാം തന്നെ പുതിയ സംവിധാനത്തിലൂടെ വരേണ്ടതുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ നമുക്കിന്ന് ക്രിട്ടിക്കലായിട്ട് പഠിക്കുന്നതിനാവശ്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് നടപ്പാക്കിയിട്ടേ ഉള്ളൂ. പല കേന്ദ്ര സർവകലാശാലകളിലാണ് ആദ്യം 6 സർവകലാശാലയാണ് ഐറ്റം പ്രോഗ്രാം തന്നെ തുടങ്ങുന്നത്. അപ്പം 2022 ശേഷമാണ്, നമുക്കറിയാം കോവിഡിന് ശേഷം വന്നൊരു സാഹചര്യത്തിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന തരത്തിൽ അതാത് സംസ്ഥാനത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട്, കാരണം അതിനാവശ്യമായ ഫണ്ടിങ് വേണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്നത്
ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷത്തെ ബഡ്ജറ്റ് നോക്കുമ്പോഴേ 4% നമ്മുടെ GDP-യുടെ ഇത് നമ്മൾ മാറ്റിവെക്കുന്നു വിദ്യാഭ്യാസത്തിനായിട്ട്. അത് 6%-ലേക്ക് ഉയരണം. ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ സാമ്പത്തിക വശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സാമ്പത്തികമായ സപ്പോർട്ടില്ലാതെ ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. ഇതുപോലെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ താൽക്കാലിക അധ്യാപകരെയോ താൽക്കാലിക സംവിധാനവുമല്ല, വളരെ ചിട്ടയായ രീതിയിൽ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, വിശേഷിച്ചും ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് പിന്നോക്ക മേഖല, നമ്മൾ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുന്ന പോലെ ബാക്ക്വേർഡ് റീജിയൻസിന്, അതായത് ഇന്ത്യയിലെ പിന്നോക്ക മേഖലകൾക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പിന്നോക്ക മേഖലകളെ ഓരോ ജില്ലയിലും ഒരു മാതൃകാ വിദ്യാലയങ്ങൾ എന്ന തരത്തിൽ മോഡലായിട്ടുള്ള ഒരു കോളേജുകൾ, അതിൽ റിസർച്ചിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ, വളരെയധികം വളരെ വിശാലമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ വൈവിധ്യവും അതുപോലെ തന്നെ ആവശ്യകതയും അന്താരാഷ്ട്ര തലത്തിൽ നമുക്കറിയാം. നമുക്കുള്ള ശക്തി എന്ന് പറയുന്നത് മാൻ പവറാണ്. നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം. വേറൊരു കാര്യം, നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കണം, നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് കഴിഞ്ഞ വർഷം 44% കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുകയാണ്. നമ്മൾ ദേശീയ തലത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ കൂടുതൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം.